ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യവും കാര്യങ്ങളും മഴേൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ നോക്കുന്ന കാണുന്ന സമയത്ത്, അതായത് റാന്നിയിലും പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഒരമ്മയും മകനും മരിച്ചു അല്ലേ, ഒരു ഉരുൾപൊട്ടലുണ്ട് കേട്ടോ. അതൊക്കെ വെച്ചപ്പോൾ നമ്മുടെ ഇവിടെയൊന്നും യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ പ്രദേശത്ത് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്ന സ്ഥലമല്ല. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും അതുണ്ടായാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. അല്ലാതെ വെള്ളം കെട്ടി നിൽക്കുന്ന ഇതൊരു ചെരിഞ്ഞ സ്ഥലമായതുകൊണ്ട്, നമ്മുടെ ഈ ഒരു മലമ്പ്രദേശമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ വെള്ളപ്പൊക്കം വരും, അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇന്നലെയും കൊണ്ട് നമ്മൾ സമാധാനിച്ചു അല്ലേ. ഞാനൊക്കെ സത്യം രാത്രി കിടന്നുറങ്ങാൻ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇടിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അത് ഇടിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറയിലുള്ള അതാണ് നമ്മുടെ ഒരു ടെൻഷൻ. നമ്മുടെ വീട്ടിലത്തെ ടെൻഷൻ വെച്ചാൽ അത് ഇടിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയും കൂടെ അങ്ങ് പോരും പുറകെ. നമ്മുടെ തറവാട് നിൽക്കുന്ന ആ ഒരു കയ്യാലയിലാണ്. നമ്മുടെ അവിടെ കയ്യാല എന്ന് പറയാം കേട്ടോ. തറവാട് മേലെ നിൽക്കുന്ന ആ തറവാട് ഇങ്ങോട്ട് പോരും, നമ്മുടെ വീട്ടിലോട്ട് പോരും. അതാണ് ഇവിടുത്തെ ഒരു പേടി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആണല്ലോ വീഡിയോ എടുക്കുന്നത്, ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കൊണ്ട് മഴ അങ്ങ് ഒതുങ്ങി. 2 ദിവസം അടുപ്പിച്ച് നല്ല മഴയാണല്ലോ. അപ്പോൾ ഇന്നലെ കൊണ്ട് മഴ ഒതുങ്ങുമെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ ഇല്ല ഗൈസ്. ഇന്ന് രാവിലെ ഞങ്ങൾ പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നെങ്കിലും ഇപ്പോൾ കുറേ ദിവസമായി പണിക്കൊക്കെ പോയിട്ട് കേട്ടോ. എനിക്കൊന്നൊരു 3-4 ദിവസമായി. ഞങ്ങൾ കുറച്ച് കാടുകളെയും കാര്യങ്ങളും റബ്ബർ വെട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം നിന്ന് പോയി കിടക്കുവാണ്. അപ്പോൾ എല്ലാവരുടെയും വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ അവരുടേതായ പണിയാണ്. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആർക്കും ഇല്ല. പക്ഷേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് ഒന്നും അല്ല എന്നുള്ളൊരു തോന്നലൊരു വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടൂസിൻ്റെ വീട് റാന്നിയിലാണ്. അപ്പോൾ റാന്നിയാക്ക മൊത്തത്തിൽ മുങ്ങി കിടക്കുവാണ്. ഓരോ കടകളിൽ വെള്ളം കയറിയിട്ട് അല്ലെങ്കിൽ വീടുകളിൽ വെള്ളം കയറിയിട്ട് ലക്ഷക്കണക്കിന് രൂപേൻ്റെ എന്താ പറയുക നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ, ലക്ഷക്കണക്കിന് രൂപയാണ്. അതേപോലെ തന്നെ ഉരുൾപൊട്ടലിൽ ആൾക്കാർ മരിക്കുന്നു. അതൊക്കെ വെച്ചൊക്കെ നമ്മുടെ ഇവിടെ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് പണിക്ക് പോകാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. പിന്നെ ആ ഒരു ചെറിയൊരു പേടിയുണ്ട്, ഇടിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നുള്ളൊരു പേടി, അത്രയേ ഉള്ളൂ. ഒരുത്തിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഞാൻ വെച്ച് നോക്കും, മറ്റുള്ളവരെ വെച്ചിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ലക്ഷക്കണക്കിന് രൂപേൻ്റെ നഷ്ടമാണല്ലോ കേരളത്തിലുണ്ടെങ്കിൽ അല്ലേ. ലക്ഷക്കണക്കിന് കുറഞ്ഞ പൈസ തന്നെ അതല്ല, ലക്ഷക്കണക്കിന് രൂപേൻ്റെ നഷ്ടമാണ് കേരളത്തിൽ ഇന്ന് 2 ദിവസമായിട്ട് സംഭവിച്ചേക്കുന്നത്. പ്രധാനമായിട്ട് റാന്നിയാണ്. കാരണം എൻ്റെ ഉണ്ടൂസിൻ്റെ നാടും കൂടെ ആയതുകൊണ്ട് നമുക്ക് അതിനോട് നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അല്ലേ. അതായത് ഉണ്ടൂസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ സ്ഥിരം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറം നിന്നിട്ടാണ് ആ വീഡിയോ കാണുന്നതെങ്കിലും കാണുമ്പോൾ ഭയങ്കര മനസ്സിൻ്റെ സങ്കടമാണ്. റാന്നി ഇങ്ങനെ ആയിപ്പോയല്ലോ. ശരിക്കും റാന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കച്ചവടത്തിന്, മഴക്കാലത്ത് കച്ചവടത്തിന് പറ്റിയ സ്ഥലമല്ല. കാരണം 2018 മൊത്തത്തിൽ മുങ്ങിപ്പോയി. ഇപ്പം 2026 ആയപ്പോൾ സമയത്ത് പിന്നെയും ഫുള്ള് മുങ്ങും. ഓരോ കച്ചവടക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപേൻ്റെ നഷ്ടവും കാര്യങ്ങളാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ പറഞ്ഞ് കാട് കയറിപ്പോയി. നമ്മുടെ വീട്ടിലിതാ ഇപ്പം തക്കടും പുന്നരും എല്ലാം കൂടെ ഞായറാഴ്ച ഉണ്ട്. ഇന്ന് പള്ളിയൊക്കെ അവധിയാണേ, പള്ളി കാര്യങ്ങളൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. ആ മഴയും കാര്യങ്ങളായതുകൊണ്ട് ഇന്ന് രാവിലത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 2 ദിവസത്തെ മഴ മാറി ഇന്ന് ചെറിയ തെളിച്ചം വന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ആയിട്ടില്ല. അതാ പിന്നെ എന്താണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പെരുമഴ തുടങ്ങിയിട്ടുണ്ട്. എന്നാ വൃത്തിയാണെങ്കിൽ റൂമിനുള്ളിൽ കൂടെ കുടയും ചൂടിക്കൊണ്ട് നടക്കുക കേട്ടോ. ഞാൻ കാർ എടുത്ത് ഇങ്ങോട്ട് നമ്മളെ പഴയ വണ്ടി അവിടെയായിരുന്നു കിടന്നത് കേട്ടോ. അനിയനാണെ കാർ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നിട്ടു, സൈഡിലോട്ട് ഇവിടെ കൊണ്ടുവന്ന് കാർ ഇട്ടിട്ടുണ്ട് അനിയൻ. എൻ്റെ വണ്ടി ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടു, പഴയ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടു കേട്ടോ. കാരണം അവിടെ അത്ര സേഫ് അല്ല, എപ്പം വേണേലും ഇടിയാം. അപ്പോൾ ഇന്നലെ ഒന്നും ഇത്ര മഴ പെയ്തിട്ട് ഇടിഞ്ഞിട്ടൊന്നുമില്ല. ഇടിഞ്ഞു കഴിഞ്ഞാൽ പുറകിലുള്ള കയ്യാലയും കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് പോരും. അതുകൊണ്ട് എന്തായാലും ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതെ, കൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ എന്തെങ്കിലും സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഒരുപാട് പേർക്ക് വീടും കുടി ഇല്ലാണ്ടായി പോയ ഒരുപാട് പേരുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമുക്ക് സഹായിക്കാം. ഇവിടെ ഇരുന്നുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന സഹായിക്കാം, അല്ലെങ്കിൽ അവിടെ പോയി സഹായിക്കാൻ പറ്റുന്നതാണ് സഹായിക്കാം. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പരമാവധി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. മഴക്കാലത്ത് പരമാവധി എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം നമ്മുടെ ഇപ്പോൾ വയനാട് ചുരമൊക്കെ ആണെങ്കിലും ഞാൻ പണി നടന്നുകൊണ്ടിരിക്കണം, വയനാട് ചുരത്തിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് പേര് വലിയ കാര്യത്തിൽ ഈ വെള്ളം കാണാനും
ഈ മലയിടിച്ചിൽ കാണാനൊക്കെ പോയി. കാണുന്ന ആൾക്കാർക്ക് പിന്നെയും പണി കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ പണി കിട്ടും. അപ്പോൾ പരമാവധി വീഡിയോ എടുക്കാനാണോ, ഞാനതാണ്, എനിക്കാണെങ്കിൽ ഇപ്പം വീഡിയോ എടുക്കാൻ പോകാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വെള്ളച്ചാട്ടം സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ. നമ്മളെവിടെയും പോകാത്ത കാര്യം, നമ്മൾ ആദ്യം നമ്മളെ സേഫ് ആക്കണം. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ പിള്ളേർ, നമ്മുടെ വൈഫ്, നമ്മുടെ കാര്യങ്ങൾ, അത് നമുക്ക് എപ്പോഴും ഒരു മനസ്സിലൊരു ബോധമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അപകടത്തിലോട്ട് ചെന്ന് ചാടാണ്ടിരിക്കാനുള്ള മനസ്സുണ്ടാവുള്ളൂ. പരമാവധി എവിടെയും പോകാണ്ടിരിക്കുക, വീട്ടിൽ തന്നെ പരമാവധി ഇരിക്കുക, സേഫായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി ചെയ്തു വെക്കുക. അതിന് എൻ്റെ വീടിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചോന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അങ്ങനെയാണ്, ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചാൽ ഇവർക്ക് പരമാവധി മുൻകൂട്ടി എന്തെങ്കിലും അറിയാൻ ചില കൂടുതൽ ആൾക്കാർക്ക് രാത്രിയിലാണ് ഈ വെള്ളം കയറുന്നത്, അവർക്ക് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ പരമാവധി എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് 2ാം നിലയിലുണ്ടെങ്കിൽ 2ാം നിലയിലോ ടെറസിലൊക്കെ കയറ്റി വെക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും അറിയാതെ വരുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.